KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മർക്കസ് സഹ്റത്തുൽ ഖുർആൻ അധ്യാപിക പരിശീലനത്തിന് 15 വരെ അപേക്ഷിക്കാം. സഹ്റത്തുൽ ഖുർആൻ അധ്യാപിക പ്രവേശന പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഉപരിപഠന മാർഗനിർദ്ദേശങ്ങളുമായി വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടറി പുറത്തിറക്കി. മെത്രാൻ കായലിലും ആറന്മുള വിമാനത്താവള ഭൂമിയിലും കൃഷിയിറക്കാൻ സർക്കാർ തീരുമാനം. ദേശീയപാത വികസനം ഉൾപ്പെടെ വിവാദ വിഷയങ്ങളിൽ മൌനം പാലിച്ച് VS അച്യുതാനന്ദൻ. +1 പ്രവേശം ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഉംറയ്ക്ക് പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് 2 മലയാളികൾ മരിച്ചു. പഞ്ചാബിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ 1 മാസത്തിനകം മയക്കുമരുന്ന് മാഫിയകളെ നീക്കം ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി. ചൈനീസ് സൈബർ ആക്രമണ സാധ്യത, ഇന്ത്യ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. മർക്കസ് സഹ്റത്തുൽ ഖുർആനിനു കീഴിൽ 2017-18 അധ്യയന വർഷത്തിൽ ആരംഭിക്കാനിരിക്കുന്ന വിവിധ സെന്ററുകളിൽ അധ്യാപനം നടത്താൻ താൽപര്യമുള്ളവർക്ക് ജൂൺ 15 വരെ അപേക്ഷ സമർപ്പിക്കാം. +2 മദ്രസ പഠനം 7ാം തരവുമാണ് അടിസ്ഥാന യോഗ്യത. ആഴ്ചയിൽ 1 ദിവസം വീതമാണ് പരിശീലനമുണ്ടാവുക. ആദ്യവർഷ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഉന്നത ശമ്പളത്തോടെ നിയമനവും നൽകും. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പരിശീലനത്തിലേക്ക് തിരഞ്ഞെടുക്കുക. താൽപര്യമുള്ളവർ www.zahratulquran.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ 7025440005 എന്ന നമ്പറിൽ ലഭ്യമാണ്. സഹ്റത്തുൽ ഖുർആൻ അധ്യാപിക പരിശീലനത്തിന് മുന്നോടിയായി കോഴിക്കോട് ജില്ലയിലെ അപേക്ഷകർക്കായി നടത്തിയ പ്രവേശന പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. ഫലം www.zahratulquran.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പരീക്ഷയിൽ വിജയിച്ചവർ സ്കൂൾ, +2, മദ്രസ 7ാം തരം സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂൺ 18 ശനിയാഴ്ച രാവിലെ 8 മുതൽ കാരന്തൂർ മർക്കസ് ലോ കോളേജിൽ നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. ഉപരിപഠന മാർഗനിർദ്ദേശങ്ങളുമായി വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടറി പുറത്തിറങ്ങി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ പ്രകാശനം നിർവഹിച്ചു. കേന്ദ്ര യൂണിവേഴ്സിറ്റി, ന്യൂജൻ കോഴ്സുകൾ, കരിയർ സാധ്യതകൾ തുടങ്ങിയവയാണ് ഗൈഡിന്റെ ആകർഷണീയത. വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ കലണ്ടറും ഗൈഡിലുണ്ട്. ചടങ്ങിൽ SSF സംസ്ഥാന പ്രസിഡന്റ് NB അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വിസ്ഡം സമിതി അംഗം M അബ്ദുറഹ്മാൻ നിലമ്പൂർ, PK മുഹമ്മദ് ഷാഫി സംബന്ധിച്ചു. കോപ്പികൾ പ്രമുഖ ന്യൂസ് സ്റ്റാളുകളിൽ ലഭ്യമാണ്. ദമാമിൽ നിന്ന് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാനായി പോവുകയായിരുന്ന 8-അംഗ മലയാളി സംഘം സഞ്ചരിച്ച വാഹനം മറിഞ്ഞ് 2 പേർ മരിച്ചു. കൊല്ലം സ്വദേശികളായ മുസമ്മിൽ ജുബൈർ കുട്ടി, മുഹമ്മദ് നാദിർ ഷാ കുഞ്ഞ് എന്നിവരാണ് മരിച്ചത്. വാഹനമോടിച്ചയാൾ ഉറങ്ങിയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ദമാമിൽ നിന്ന് മദീനയിലേക്ക് പോയി മദീന സന്ദർശനം കഴിഞ്ഞ് മക്കയിലേക്കുള്ള യാത്രയിലായിരുന്നു ഇവർ. ഇന്നു പുലർച്ചെ ജിദ്ദയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ മദീന മക്ക ഹിജ്റ പാതയിൽ ഹുലൈസിലായിരുന്നു അപകടം. ബാക്കിയുള്ള 6 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. വിവാദ ഉത്തരവിലൂടെ നികത്താൻ ശ്രമിച്ച മെത്രാൻ കായലിലും ആറന്മുള വിമാനത്താവള ഭൂമിയിലും കൃഷിയിറക്കാൻ സർക്കാർ പദ്ധതി ആരംഭിക്കുന്നു. കൃഷിയുടെ പ്രായോഗികതയും നിയമതടസ്സങ്ങളും പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കൃഷിമന്ത്രി കൃഷിവകുപ്പ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. പ്രാദേശിക താൽപര്യങ്ങളും പരിഗണിച്ച് ഉടൻ കൃഷി ആരംഭിക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ അറിയിച്ചു. UDF സർക്കാരിന്റെ അവസാന കാലത്ത് നികത്താൻ ഉത്തരവിടുകയും പ്രതിഷേധം ഉയർന്നപ്പോൾ പിൻവലിക്കുകയും ചെയ്ത ഭൂമിയാണ് മെത്രാൻ കായൽ. ഇത്തരം വിവാദ ഉത്തരവുകളുടെ പിന്നാമ്പുറത്തെക്കുറിച്ച് മന്ത്രിസഭാ ഉപസമിതി അന്വേഷിച്ചു വരുന്നതിനൊപ്പമാണ് കൃഷിക്കായി ഭൂമി ഉപയോഗിക്കാനുള്ള തീരുമാനം. ഇവിടങ്ങളിലെ കൃഷിയുടെ പ്രായോഗികതയെക്കുറിച്ചും കൃഷി ആരംഭിക്കാൻ നിയമതടസ്സങ്ങളുമുണ്ടെങ്കിലും അതിനെക്കുറിച്ചും പഠിച്ച് ഈ ആഴ്ച തന്നെ പദ്ധതി സമർപ്പിക്കാനാണ് കൃഷിവകുപ്പ് സെക്രട്ടറി രാജനാരായണ സ്വാമിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം മന്ത്രി നേരിട്ട് സ്ഥലം സന്ദർശിച്ച് പദ്ധതിക്ക് തുടക്കം കുറിക്കും. മെത്രാൻ കായല്, അതുപോലെ തന്നെ ആറന്മുള നികത്തിയിട്ടുള്ള സ്ഥലത്തും അതുപോലെ ഇവിടെ കൃഷിഭൂമിയൊക്കെ എടുക്കുന്ന സ്ഥലത്തും വീണ്ടും കൃഷി ആരംഭിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് അഗ്രികൾച്ചർ സെക്രട്ടറി രാജു നാരായണസ്വാമിയോട് റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ നാളെ തിരുവനന്തപുരത്ത് എത്തുന്നതോടുകൂടി ആ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം
ഈ ആഴ്ച മെത്രാങ്കായൽ സന്ദർശനം നടത്തുന്നുണ്ട്. അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളുമായിട്ട് ചർച്ച നടത്താൻ പോവാണ്. സംസ്ഥാനത്ത് 1 ലക്ഷം ഹെക്ടർ സ്ഥലം കൃഷി ചെയ്യാതെ വെറുതെ കിടക്കുന്നതായാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്കെടുപ്പിൽ ബോധ്യമായത്. ഇതിൽ 50,000 ഹെക്ടറിലെങ്കിലും ഉടൻ കൃഷി ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് മെത്രാൻകായലും ആറന്മുള വിമാനത്താവള ഭൂമിയും തിരഞ്ഞെടുത്തതെന്നും മന്ത്രി അറിയിച്ചു. ദേശീയപാത വികസനം ഉൾപ്പെടെ വിവാദ വിഷയങ്ങളിൽ മൌനം പാലിച്ച് VS അച്യുതാനന്ദൻ. MLA ഹോസ്റ്റലിൽ അനുവദിച്ച ഫ്ളാറ്റിലെത്തിയ VSനോടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒന്നും പറയാനില്ലെന്നായിരുന്നു മറുപടി. നെയ്യാർ ബ്ലോക്കിലെ 1D ഫ്ളാറ്റായിരിക്കും ഇനി അദ്ദേഹത്തിന്റെ ഓഫീസ്. 15 വർഷം തുടർച്ചയായി നിയമസഭയിലുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ ആയിരുന്നതുകൊണ്ട് VSന് MLA ഹോസ്റ്റലിൽ ഫ്ളാറ്റുണ്ടായിരുന്നില്ല. എന്നാൽ ഇക്കുറി സ്ഥാനമാനങ്ങൾ അകന്നുനിന്നപ്പോൾ അനുവദിച്ചു കിട്ടിയത് മുതിർന്ന നേതാക്കളുടെ കൂടാരമായ നെയ്യാർ ബ്ലോക്കാണ്. ജനങ്ങൾക്ക് നേരിൽ കാണാനുള്ള സൌകര്യവും ഓഫീസ് പ്രവർത്തനങ്ങളും ഇനി ഇവിടെയാണ്. അപ്പോൾ വരുന്നവർക്കെല്ലാം ആ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്താം, പരിഹാരം ഉണ്ടാക്കാം. അതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഓഫീസായിട്ട് ഉപയോഗിക്കാനാണ്. അതെ. ഒറ്റവരിയിൽ ക്യാബിനറ്റ് പദവിയെക്കുറിച്ചുള്ള പ്രതികരണം പിന്നീട് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. മകൻ VA അരുൺകുമാർ, മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർക്കൊപ്പമായിരുന്നു MLA ഹോസ്റ്റലിലെ ഫ്ളാറ്റിലേക്കുള്ള ആദ്യ വരവ്. CPI മന്ത്രിസ്ഥാനം നിഷേധിച്ച C ദിവാകരനാണ് VSന്റെ അയൽവാസി. 2016 +1 ഏകജാലക പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ജൂൺ 14 വരെ അപേക്ഷകർക്ക് ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിൽ പരിശോധിക്കാം. www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമെങ്കിൽ നിശ്ചിത മാതൃകയിലുള്ള തിരുത്തൽ അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം ജൂൺ 14 വൈകിട്ട് 4 മണിക്ക് മുമ്പായി സ്കൂളിൽ സമർപ്പിക്കണം. വിദ്യാർത്ഥിയുടെ അപേക്ഷ നമ്പർ, പേര്, SSLC രജിസ്റ്റർ നമ്പർ, വിദ്യാർത്ഥിയുടെ ഒപ്പ്, രക്ഷകർത്താവിന്റെ ഒപ്പ്, തിരുത്തേണ്ട വിവരങ്ങളുടെ വിശദാംശങ്ങൾ എന്നിവ ഉണ്ടായിരിക്കണം. അപേക്ഷ സമർപ്പിച്ച ശേഷം രസീത് വാങ്ങണമെന്നും ഹയർ സെക്കൻഡറി ഡയറക്ടർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. പഞ്ചാബിലെ പ്രധാന വെല്ലുവിളിയായ മയക്കുമരുന്നു മാഫിയയ്ക്കെതിരെ തുറന്നടിച്ച് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. സംസ്ഥാന കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഞ്ചാബിൽ നീതിയും നിയമങ്ങളും ലംഘിക്കപ്പെടുകയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ 1 മാസത്തിനകം തന്നെ മയക്കുമരുന്ന് മാഫിയകളെ നീക്കം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പഞ്ചാബ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ നാടകമാണിതെന്ന് BJP കുറ്റപ്പെടുത്തി. അതേസമയം പഞ്ചാബിലെ മയക്കുമരുന്ന് പ്രശ്നത്തിൽ പ്രതിഷേധിക്കാൻ രാഹുൽ ഗാന്ധിക്ക് യാതൊരു അവകാശവുമില്ലെന്ന് ആം ആദ്മി നേതാവ് ഭഗവത് മാൻ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കാലത്തും മയക്കുമരുന്ന് ഉപഭോഗത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്നും ഭഗവത് കുറ്റപ്പെടുത്തി. മയക്കുമരുന്ന് സംബന്ധിച്ച് നിയമ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാരാണ് മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നതെന്നും മയക്കുമരുന്ന് ഉപഭോഗം യുവാക്കളിലും മറ്റും വർദ്ധിച്ചതിനുള്ള ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ചൈനീസ് സൈബർ ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രതിരോധ വിവരങ്ങൾ ചോർത്തുന്നതിനായി ചൈനീസ് ഹാക്കർമാർ ശ്രമിച്ചേക്കാമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് അലർട്ട് പ്രഖ്യാപിച്ചത്. ചൈനയിലെ ചെങ്ഡു മേഖലയിൽ നിന്നുള്ള സെക്ഫ്ലെ എന്ന ഗ്രൂപ്പ് ഹാക്കിംഗ് നടത്താൻ ശ്രമിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ സുരക്ഷ, പ്രതിരോധം, സാമ്പത്തിക രഹസ്യങ്ങൾ ചോർത്താനുള്ള നീക്കമാണ് സെക്ഫ്ലെ നടത്തിയത്. ദക്ഷിണ കൊറിയൻ സോഫ്റ്റ്വെയർ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മോഷ്ടിച്ചാണ് സെക്ഫ്ലെ ഗ്രൂപ്പ് ഹാക്കിംഗ് നടത്തിയിരിക്കുന്നത്. സെക്ഫ്ലെ പ്രവർത്തിക്കുന്ന ചങ്ഡു മേഖലയിലാണ് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻസ് ആർമിയുടെ പടിഞ്ഞാറൻ കമാൻഡിന്റെ ആസ്ഥാനമുള്ളത്. ലഡാക്കിൽ നിന്ന് അരുണാചൽ വരെ 4057 കിലോമീറ്റർ വരുന്ന ഇന്ത്യ ചൈന നിയന്ത്രണ രേഖ ഈ കമാൻഡിന്റെ കീഴിലാണ്. ചൈനീസ് ഹാക്കർമാർ ഇതിനു മുമ്പും ഇന്ത്യയുടെ സുരക്ഷാ, സാമ്പത്തിക രഹസ്യങ്ങൾ ചോർത്തുന്നതിനായി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. US, UK, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും ചൈനീസ് സൈബർ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മർക്കസ് സഹ്റത്തുൽ ഖുർആൻ അധ്യാപിക പരിശീലനത്തിന് 15 വരെ അപേക്ഷിക്കാം. സഹ്റത്തുൽ ഖുർആൻ അധ്യാപിക പ്രവേശന പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഉപരിപഠന മാർഗനിർദ്ദേശങ്ങളുമായി വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടറി പുറത്തിറക്കി. ഉംറയ്ക്ക് പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് 2 മലയാളികൾ മരിച്ചു. മെത്രാൻ കായലിലും ആറന്മുള വിമാനത്താവള ഭൂമിയിലും കൃഷിയിറക്കാൻ സർക്കാർ തീരുമാനം. പഞ്ചാബിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ 1 മാസത്തിനകം മയക്കുമരുന്ന് മാഫിയകളെ നീക്കം ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി. +1 പ്രവേശം ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ദേശീയപാത വികസനം ഉൾപ്പെടെ വിവാദ വിഷയങ്ങളിൽ മൌനം പാലിച്ച് VS അച്യുതാനന്ദൻ.
ചൈനീസ് സൈബർ ആക്രമണ സാധ്യത, ഇന്ത്യ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.